ജയിലിലെ സുരക്ഷാ വീഴ്ച നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ട പശ്ചാത്തലത്തിലാണ് സുരക്ഷാ വിഷയം പ്രതിപക്ഷ എംഎൽഎമാർ ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കുന്നത്. സലീം മാലിക്കാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സലീമ, വിവരങ്ങൾ പറയൂ. മോർണിംഗ്. ഹാഷ്മി ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷാ വീഴ്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. ചോദ്യോത്തരവേളയിലാണ് ഈ വിഷയം സഭയിൽ ഉന്നയിക്കുക. ഒപ്പം തന്നെ മറ്റു വിവിധ വിഷയങ്ങൾ, ഈ 24 പുറത്ത് വിട്ട വാർത്തകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിയുടെ വിരലുകൾ തിരുവനന്തപുരത്ത് മുറിച്ചുമാറ്റിയ വിഷയം ഉന്നയിക്കും. ഒപ്പം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒപ്പം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതേസമയം അടിയന്തര പ്രമേയം എന്ത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ 4 അടിയന്തര പ്രമേയങ്ങളാണ് അനുവദിച്ചത്. അത് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ അടിയന്തര പ്രമേയ ചർച്ചകളൊക്കെ അനുവദിക്കുമ്പോഴും ആ ചർച്ചകളിൽ എത്രമാത്രം ആത്മാർത്ഥത ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഉണ്ട് എന്നുള്ളത് സംശയമാണ്. കാരണം ഇന്നലെ ഗൗരവമുള്ളൊരു വിഷയം അടിയന്തര പ്രമേയമായി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ ഏറെക്കുറെ എല്ലാ എംഎൽഎമാരും ആ ചർച്ച തുടങ്ങിയ സമയത്ത് ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തുള്ള മഹിളാ കോൺഗ്രസിന്റെ റാലിയിൽ, ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന റാലിയിൽ പങ്കെടുക്കുകയായിരുന്നു. അതേസമയം മന്ത്രിമാരാകട്ടെ ഈ മീഡിയ റൂമിൽ മത്സരിച്ച് മാധ്യമങ്ങളെ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. ഒപ്പം സ്പീക്കർ തന്നെ ഇന്നലെ ഈ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ അത് വിമർശിക്കുകയും ചെയ്തിരുന്നു. ഈ അടിയന്തര പ്രമേയ ചർച്ച ഗൗരവമുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ബെഞ്ചുകൾ കാലിയായി കിടക്കുന്നു എന്നുള്ളതാണ് രണ്ട് കൂട്ടരും. അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടർക്കും ആ വിഷയങ്ങളിൽ ചർച്ചയ്ക്കെടുക്കുന്നു. ഏറ്റവും കൂടുതൽ എണ്ണം ചർച്ചയ്ക്കെടുക്കാനായി സർക്കാർ മത്സരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിഷയങ്ങൾ പലത് കൊണ്ടുവരാനായി പ്രതിപക്ഷവും മത്സരിക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ചകളിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് സംശയമാണ്. ആത്മാർത്ഥതയുള്ള ചർച്ച തന്നെ ആവട്ടെ എന്ന് നമ്മൾ പൊതുജനങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒപ്പം പല വിഷയങ്ങളും ഇന്നും സഭയിൽ കൊണ്ടുവരാനാണ്. പ്രത്യേകിച്ചും തൊട്ടടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ ഇനി ഈ സഭാ കാലയളവിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി ജനകീയ വിഷയങ്ങൾ സഭയിലേക്ക് കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഇന്ന് കഴിഞ്ഞാൽ പിന്നീട് വലിയ അവധിയാണ്. അതിന് പിന്നാലെ 6-ാം തീയതി മാത്രമാണ്, അടുത്ത തിങ്കളാഴ്ച മാത്രമാണ് സഭ ചേരുക. അതിനുശേഷം 10-ാം തീയതിയോടുകൂടി ഈ സഭാ കാലയളവ് അവസാനിക്കുകയും ചെയ്യും. അതിനിടയിൽ ഇന്ന് 3 ബില്ലുകൾ നിയമസഭയിലെ അംഗീകാരത്തിനായി കൊണ്ടുവരും. ഇന്നലെയും നിരവധി ബില്ലുകൾ സഭയുടെ അംഗീകാരത്തിനായി കൊണ്ടുവന്നിരുന്നു. ഒപ്പം അതിനുശേഷമാകും മറ്റ് നടപടികളിലേക്ക്, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് ഉൾപ്പെടെ സർക്കാരിനും ഒപ്പം തന്നെ പ്രതിപക്ഷത്തിനും കടക്കാനാവും. അതുകൊണ്ട് തന്നെ സഭയിലെ പെർഫോമൻസ് കൂടി അതിൽ വലിയ മാനദണ്ഡമായി തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.